empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് സറേഫാത്തിലെ വിധവയെക്കുറിച്ചായിരുന്നു. വഴിമുട്ടി നിന്ന, സഹായിക്കാൻ ആരുമില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന ആ സറേഫാത്തിലെ വിധവയിലൂടെ എന്തെല്ലാമാണ് കർത്താവ് നമുക്ക് പാഠമായി നൽകുന്നതെന്ന് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. പ്രത്യേകമായി കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജീവിതങ്ങളിൽ പരിശോധനകളെ, പരീക്ഷകളെ കർത്താവ് അനുവദിക്കുമ്പോൾ അതിന് പിന്നിലുള്ള നമ്മുടെ കർത്താവിൻ്റെ ഉദ്ദേശത്തെയാണ് നമ്മൾ കണ്ടത്. അപ്രതീക്ഷിതമായി നമ്മൾ ഈ പരിശോധനകളെ നേരിടരുതെന്നാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ജീവിതങ്ങളിൽ പരിശോധനകൾ ഉണ്ടാകും. കർത്താവ് നമ്മളെ ഉള്ളം കയ്യിൽ കൊണ്ടുപോകുന്ന അനുഭവത്തിലാണെങ്കിൽ പോലും അവിടെയും നമുക്ക് പരിശോധനകൾ ഉണ്ടാകുമെന്ന് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ കാണുകയുണ്ടായി. വീണ്ടും പരിശോധനകളിലൂടെ വിജയം വരിച്ച് വിശ്വാസത്തിൽ സ്ഥിരത പ്രാപിച്ച ഒരുവനാണ് പഴയ നിയമത്തിലെ ജോസഫ്. ജോസഫിന്റെ ജീവിതത്തിലൂടെയും പരിശോധനകളുടെ പ്രാധാന്യമാണ് കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സങ്കീർത്തകനായ ദാവീദ് ഇതുമായി ബന്ധപ്പെട്ട്, ജോസഫിന്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 105 അധ്യായം 19 വാക്യം ഇപ്രകാരമാണ് വായിക്കുക: അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു. ജോസഫിലൂടെ കർത്താവ് വലിയൊരു വാഗ്ദാനമാണ് അവന് നൽകിയത്. എന്നാൽ അത് സംഭവിക്കുവോളം, ആ ഒരു പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്ന സമയം വരെയും ഒത്തിരിയേറെ പരീക്ഷകളെ നേരിട്ടവനായിരുന്നു ജോസഫ്. എന്നാൽ ആ കഠിനമായ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഒരിക്കൽ പോലും കർത്താവിനെതിരെ അവൻ തിരിയുന്നില്ല. അതിന് പിന്നിലെ കർത്താവിന്റെ ലക്ഷ്യത്തെയാണ് അവൻ കണ്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും പരിശോധനകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. എന്നാൽ കർത്താവ് ഇത് അനുവദിച്ചപ്പോൾ അതിന് പിന്നിലുള്ള കർത്താവിന്റെ സ്നേഹത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ, തന്നിലേക്ക് കൂടുതൽ അനുരൂപരാക്കുവാൻ കർത്താവ് അനുവദിക്കുന്ന ഈ പരിശോധനകളെ ആ സ്നേഹത്തിന്റെ ഭാവത്തിലൂടെ നമുക്ക് കാണാം. കർത്താവിന്റെ സ്നേഹമായിട്ട് നമുക്ക് അവയെ കാണാം. അങ്ങനെ ആ ഒരു കൃപ ലഭിക്കുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഒപ്പം ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ ഒന്ന് ചേർന്ന് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി
നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി തന്നതും ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓഹോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ഈശോയെ, ആരാധന ഈശോയെ, ആരാധന. അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് മനുഷ്യബുദ്ധിക്ക് അതീതമായ രീതിയിൽ, മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ ആ വലിയ കരുണയെ ഓർത്ത് കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ജീവിതത്തിൽ വന്ന പരീക്ഷണങ്ങളെ, പരിശോധനകളെ എല്ലാം വളരെ വിജയപ്രദമായിട്ട് നേരിട്ട് വിജയിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, പരിശോധനകളെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നേരിടുവാൻ, അതിൻ്റെതായ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉളവാകുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട്, കർത്താവിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറുവാനായിട്ട് യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഹെറോദിയായെ കുറിച്ചാണ്. നമുക്കറിയാം, അത്ര നല്ല ഒരു കഥാപാത്രമായിട്ടല്ല പരിശുദ്ധ ബൈബിൾ ഹെറോദിയായെ നമുക്ക് മുൻപിൽ എത്തിക്കുന്നത്. ഹെറോദിയ അവളുടെ മകൾ സലോമിയെ ഉപയോഗിച്ച് നമ്മുടെ സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദം നടത്തിയവളാണ്. കർത്താവിൻ്റെ മുൻപിൽ വലിയ തെറ്റ് ചെയ്തവളാണ് ഹെറോദിയ. എന്നാൽ ഹെറോദിയയെ കുറിച്ച് കർത്താവിൻ്റെ വചനം എഴുതി വെക്കുമ്പോൾ അവളിലൂടെ എന്തൊക്കെയോ പാഠങ്ങൾ നമുക്കായി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനുമായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും അത് നമുക്കൊരു വാർണിംഗ് ആയിരിക്കും. ആ മുന്നറിയിപ്പിനെ വേണ്ടുന്നതായ രീതിയിൽ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനായി നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ കർത്താവിനോട് കൂടുതൽ ഐക്യപ്പെട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ഫലം നൽകുന്നവരായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമുക്ക് സുവിശേഷത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിലാണ് നമ്മൾ ഹെറോദിയയെ കുറിച്ച് കണ്ടുമുട്ടുന്നത്. അവിടെ 6-ാം അധ്യായത്തിൽ 17-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹേറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹേറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. ഈ ഒരു വാക്യത്തിലൂടെ ഹെറോദിയ ആരാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഹെറോദേസ് വിവാഹം ചെയ്തവളായിരുന്നു ഹെറോദിയ. എന്നാൽ യഥാർത്ഥത്തിൽ ഹെറോദേസിന്റെ സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യയായിരുന്നു ഹെറോദിയ. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ പീലിപ്പോസിൽ നിന്ന് അധികാരങ്ങൾ മാറ്റപ്പെടുകയാണ്. അവന്റെ ജീവിതത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ നിമിത്തം അവൻ രാജാവാകുന്നതിൽ നിന്ന് അവിടെ അവനൊരു വിലക്ക് നൽകപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അധികാരസ്ഥാനം അവന്റെ സഹോദരനായ ഹേറോദ് അന്തിപ്പാസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഈ അധികാരസ്ഥാനം ഫിലിപ്പോസിൽ നിന്ന് മാറിയപ്പോൾ ഹെറോദിയ ഫിലിപ്പോസിനെ വിവാഹമോചനത്തിലൂടെ അവനിൽ നിന്ന് വേർപെടുകയാണ് ചെയ്യുന്നത്. അവൾ തുടർന്ന് ഹേറോദ് അന്തിപ്പാസിന്റെ ഭാര്യയായി തീരുകയാണ്. ഇവിടെ സ്നേഹത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവിടെ അരുതാത്തതൊന്നും നടന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. വെറും ആ ഒരു അധികാരത്തിന്റെ ആഗ്രഹം മൂലമാണ് ഹെറോദിയ
പീലിപ്പോസിനെ ഉപേക്ഷിച്ച് ഹെറോദ് അന്തിപ്പാസിലേക്ക് കടന്നു വരുന്നത്. അവിടെ അവളുടെ ആ ഒരു അധികാര മോഹമാണ് അവളെ ഈ ഒരു പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചത്. തുടർന്ന് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. 18-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. കർത്താവിന്റെ പ്രവാചകനായ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ, നേരെ ഹെറോദേസിന്റെ മുഖത്ത് നോക്കി ഉള്ളത് തുറന്നു പറഞ്ഞ വ്യക്തിയാണ്. അവൻ ചെയ്ത തെറ്റ്, ഹെറോദേസ് ചെയ്ത ആ ഒരു തെറ്റിനെ ഇവിടെ സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ഹെറോദിയായ്ക്ക് ഒരു രീതിയിലും ഉൾക്കൊള്ളുവാനായി സാധിച്ചില്ല. ആ ഒരു അധികാര മോഹത്തിൽ അവൾ ഈ ഹെറോദേസിനെ ഭർത്താവായി സ്വീകരിച്ചു. അത് ഇവിടെ തുറന്ന് ലോകത്തിന്റെ മുൻപിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ തുടർന്ന് അടുത്ത വാക്യത്തിൽ ഹെറോദിയായ്ക്ക് ഉണ്ടായ ആ ഒരു വികാരം എന്താണെന്ന് പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തന്മൂലം ഹെറോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു, എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഹെറോദിയ എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാനെ വധിക്കാൻ ഇത്രയേറെ ആഗ്രഹിച്ചതെന്ന് നമുക്ക് വ്യക്തമാണ്. താൻ വളരെ അധികാര മോഹത്തോടെ, സ്വാർത്ഥ മോഹത്തോടെ ചെയ്ത പ്രവൃത്തിയെ സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ കർത്താവിന്റെ പ്രവാചകൻ അതൊരു മുന്നറിയിപ്പായി അവളെ തിരുത്താനായി ശ്രമിച്ചപ്പോൾ അവൾക്കത് ഉൾക്കൊള്ളാനായി സാധിക്കുന്നില്ല. അതൊരു രീതിയിലും തെറ്റായി കാണുവാനോ അതിൽ നിന്ന് വരുന്ന പരിണിത ഫലങ്ങളെ അത് എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ഉൾക്കൊള്ളുവാനോ അവൾ തയ്യാറാവുന്നില്ല. സ്വന്തം തെറ്റിനെ, നമ്മിലെ കുറവുകളെ ഉൾക്കൊള്ളുവാൻ, അത് അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് എപ്പോഴാണ്? അത് നമ്മിൽ അഹങ്കാരമുള്ളപ്പോഴാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്ന ഭാവം, ഞാൻ ഒന്നിലും കുറവുള്ളവളല്ല എന്നുള്ള ഭാവത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മുടെ തെറ്റിനെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്. പരിശുദ്ധ ബൈബിളിൽ ഉടനീളം അഹങ്കാരത്തിനെതിരെ, അതിനെ കർത്താവ് എത്രമാത്രം ദ്വേഷിക്കുന്നു എന്നതിനെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഹെറോദിയ തികഞ്ഞ ഒരു അഹങ്കാരി ആയിരുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. അവളെ കുറ്റം വിധിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിയുക. നമ്മിലെ ഈ ഒരു അഹങ്കാര ഭാവം അത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക. ആ ഒരു അഹങ്കാര ഭാവത്തിലാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ തെറ്റുകളെ ഉൾക്കൊള്ളുവാൻ, അത് അംഗീകരിക്കുവാൻ കഴിയാതെ വരുന്നത്. അതിന് നേരെ മറ്റുള്ളവരോട് നമുക്ക് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ അവരുടെ തിന്മയ്ക്കായിട്ട്, അവരുടെ നാശത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മിലെ അഹങ്കാര ഭാവം കാരണമാണ്. നമുക്ക് സുഭാഷിത പുസ്തകങ്ങളിലേക്കൊന്ന് കടന്നു വരാം. സുഭാഷിതങ്ങൾ 13-ാം അധ്യായം, അവിടെ 10-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. താന്തോന്നികൾ സ്വയം അവനവന് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുന്നവരെയാണല്ലോ താന്തോന്നികൾ എന്ന് പറയുന്നത്. താന്തോന്നികൾ ഔദത്യം നിമിത്തം കലഹമുണ്ടാക്കുന്നു. ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം. ഇവിടെ വിവേകം അല്ലെങ്കിൽ ജ്ഞാനം ആരുടെ കൂടെയാണെന്നാ പറയുന്നത്? ഉപദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ, തെറ്റുകൾ തിരുത്തുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നവരോട് കൂടെയാണ് കർത്താവിന്റെ ജ്ഞാനമുള്ളത്. അവർക്കാണ് വിവേകമുള്ളത്. ജ്ഞാനത്തിന്റെ ആത്മാവും വിവേകത്തിന്റെ ആത്മാവും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കേ തെറ്റുകളെ തിരുത്താൻ, ഉപദേശങ്ങളെ സ്വീകരിക്കുവാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെ സ്വീകരിക്കാത്തവർ അതെന്തായിത്തീരും? താൻ തോന്നിത്തരം ചെയ്യുന്നവരുടെ ജീവിതം അത് കലഹത്തിലെത്തിത്തീരുമെന്നാ പരിശുദ്ധ വചനം പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഹെറോദ്യായിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. നമ്മൾ ശരിയാണെന്ന് എപ്പോഴുമുള്ള നമ്മുടെ ഭാവം അത് നല്ലതിനല്ല. ഒരിക്കലും അത് നല്ലതിനല്ല വരിക. കർത്താവ് നമുക്ക് വാർണിങ്ങുകൾ തരും, പലരിലൂടെ മുന്നറിയിപ്പുകൾ തരും. അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അതൊക്കെ നിരാകരിക്കുന്നവരാണ് നമ്മളെങ്കിൽ, തീർച്ചയായിട്ടും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അഹങ്കാരം എന്ന ഭാവം നമ്മിൽ നന്നായിട്ടുണ്ട്. അത് ഒരിക്കലും നമ്മുടെ നന്മയ്ക്കായിട്ടല്ല വരിക എന്ന് തിരുവചനം ഉറപ്പ് തരികയാണ് ചെയ്യുന്നത്. ദാനിയേൽ പ്രവാചകൻ ഇതുപോലെ നെബൂഖദ്നേസർ രാജാവ് അഹങ്കാരിയായി പ്രൗഢിയോടുകൂടി വാഴുന്നത് കണ്ട്, കർത്താവിനെതിരെ അവൻ നീങ്ങുന്നത് കണ്ടപ്പോൾ, ഒരു പ്രവാചകന്റെ ധർമ്മം നിറവേറ്റുവാനായി ദാനിയേൽ ആ രാജസന്നിധിയിലേക്ക് എത്തുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനാൽ രാജാവേ, എന്റെ ഉപദേശം സ്വീകരിക്കുക. ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്നും മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഒരു പക്ഷേ നിന്റെ സ്വസ്ഥതയുടെ കാലം നീട്ടിക്കിട്ടിയേക്കും.
ഇവിടെ നെബൂഖദ്നേസർ രാജാവിന് ഒരു സ്വപ്നമുണ്ടാവുന്നുണ്ട്. അതിലൂടെ കർത്താവ് വലിയൊരു വാർണിംഗ് കൊടുക്കുകയാണ്. ആ സ്വപ്നം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ വന്ന ദാനിയേൽ ഈ വാക്കുകളാണ് നെബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടും നെബൂഖദ്നേസർ രാജാവ് തൻ്റെ അഹങ്കാരത്തിൽ തന്നെ തുടരുകയാണ്. ഇവിടെ ഹെറോദിയായ്ക്ക് സംഭവിച്ചതുപോലെ മുന്നറിയിപ്പുകൾ സ്വീകരിച്ചെങ്കിലും അതിനെ അവർ കാര്യമാക്കിയില്ല. ആ ഒരു അഹങ്കാര ഭാവത്തിൽ, അധികാര ഭാവത്തിൽ അവർ മുന്നോട്ട് പോവുകയാണ്. അത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് 30-ാം തിരുവാക്യമാണ്. 30-ാം തിരുവാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഇപ്രകാരം പറയുന്നുണ്ട്: എന്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എന്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. കർത്താവിന്റെ മുൻപിൽ കർത്താവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ബാബിലോണിന്റെ മഹത്വത്തെ കർത്താവിനോട് വിളിച്ചോതുന്ന നെബൂഖദ്നേസർ രാജാവിനെ നമ്മൾ ഇവിടെ കാണുന്നത്. തൊട്ടു മുമ്പ് കർത്താവ് അവന് വാർണിംഗ് കൊടുത്തതാണ്. എന്നാൽ അതിന് ഒട്ടും വില കൊടുക്കാതെ വീണ്ടും കർത്താവിന്റെ മുമ്പിൽ അഹങ്കാര ഭാവത്തോടെ നിൽക്കുന്ന നെബൂഖദ്നേസർ രാജാവിന് നേരെ കർത്താവിന്റെ വിധി വരികയാണ്. 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്: നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്ത് ആയിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ലു തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവന് അവിടുന്ന് അത് നൽകുമെന്നും നീ അറിയുന്നതുവരെ 7 സംവത്സരം കടന്നുപോകും. ഇവിടെ മഹാനായ വലിയ അധികാരിയായ സർവപ്രതാപിയായ നെബൂഖദ്നേസർ രാജാവിന്റെ മേൽ സർവശക്തനായ കർത്താവിന്റെ കരം വരികയാണ്. 7 വർഷത്തേക്ക് അവൻ കാട്ടിലേക്ക് ഓടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇത്രയും പ്രതാപവാനായ രാജാവ് ഈ മനുഷ്യരുടെ ഇടയിൽ നിന്നെല്ലാം മാറ്റപ്പെടുകയാണ്. മൃഗങ്ങളുടെ ഇടയിൽ പുല്ല് തിന്നുന്നവനായി ആ രാജാവ് 7 വർഷം കഴിഞ്ഞു കൂടുകയാണ്. അവന് കിട്ടിയ ആ ഒരു മുന്നറിയിപ്പിനെ ദാനിയേലിലൂടെ കർത്താവിന്റെ സ്വരം അവന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവൻ അതിന് വില നൽകിയില്ല. അതിന് ഫലമായിട്ടാണ് ഈ ഒരു വിധി അവന്റെ മേൽ വരുന്നത്. ഈ ഒരു ശിക്ഷാവിധി അവൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണ് തുറക്കപ്പെടുന്നതായിട്ട് പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അവന്റെ അഹങ്കാരം മുഴുവൻ മാറുകയാണ്. എളിമയുടെ തലത്തിലേക്ക്, കർത്താവിനെ ദൈവമായി ഉയർത്തുന്ന ഒരു തലത്തിലേക്ക് അവൻ ഉയരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേ അധ്യായത്തിൽ 37-ാം തിരുവാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നബൂഖദ്നേസറായ ഞാൻ ഇപ്പോൾ സ്വർഗത്തിന്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ പ്രവൃത്തികൾ ശരിയായിട്ടുള്ളതും മാർഗങ്ങൾ നീതിപൂർണവുമാണ്. അഹങ്കാരികളെ താഴ്ത്താൻ അവിടുത്തേക്ക് കഴിയും. അഹങ്കാരികളെ താഴ്ത്താൻ അവിടുത്തേക്ക് കഴിയും. താൻ ഒരു അഹങ്കാരിയായിരുന്നു എന്ന് നെബൂഖദ്നേസർ രാജാവ് ഏറ്റു പറയുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അഹങ്കാരികളെ കർത്താവ് താഴ്ത്തുക തന്നെ ചെയ്യും. നമ്മൾ ആ കാറ്റഗറിയിൽ ഉണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ എന്ന ഭാവം, മറ്റുള്ളവരെക്കാൾ എന്തൊക്കെയാണ് ഞാൻ എന്ന ഒരു വലിയ അഹങ്കാര ഭാവത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകളെ എത്രയും വേഗം അതിന് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തുക. ജെസബൽ രാജ്ഞിയെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അവളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ അധികാരങ്ങളെല്ലാം അവളെ വലിയ അഹങ്കാരിയായി മാറ്റിയപ്പോൾ കർത്താവിൻ്റെ വിധി ഇതേപോലെ തന്നെ കർത്താവിൻ്റെ വിധി അവളുടെ മേൽ വരികയാണ് ചെയ്യുന്നത്. വളരെ ദയനീയമായൊരു അന്ത്യമാണ് ജെസബൽ രാജ്ഞിക്ക് ലഭിച്ചത്. എന്തുകൊണ്ടാ? തൻ്റെ അഹങ്കാരത്തിൽ, തൻ്റെ അധികാരത്തിൻ്റെ ആ ഒരു ശക്തിയിൽ അവൾ അങ്ങോട്ട് മതിമറന്ന് മുന്നോട്ട് പോവുകയാണ്. കർത്താവിനോ, കർത്താവിൻ്റെ മനുഷ്യർക്കോ, കർത്താവിൻ്റെ വചനത്തിനോ അവൾ ഒരു വിലയും നൽകിയിരുന്നില്ല. അവസാനം ഇതുപോലെ കർത്താവിൻ്റെ ശിക്ഷാവിധി അവളുടെ മേൽ വന്നു വീഴുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. സ്ലീഹ എന്താ നമ്മോട് പറയുന്നത്? ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എല്ലാ കാലത്തും അഹങ്കാരികളെ എതിർക്കുന്നവരാണ്. അഹങ്കാരം, ഞാൻ എന്ന ആ ഒരു വലിയ ഭാവം, അതിനെ കർത്താവിന് ദേഷ്യമാണ്, കർത്താവിന് വെറുപ്പാണ്. അത് തമ്മിലുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിന്തിക്കണം. കർത്താവിനേക്കാൾ ഉപരി ഞാൻ എന്ന ഭാവത്തിന്, എൻ്റെ സഹോദരങ്ങളെക്കാൾ ഉപരി ഞാൻ എന്ന ഭാവത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നവനാണോ? ചിന്തിക്കണം പ്രിയമുള്ളവരെ. തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം അവിടെ 3-ാം അധ്യായം 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത്
സാത്താൻ എന്ന നമ്മുടെ എല്ലാം ആ ഒരു കോമൺ ശത്രു, അവന് എന്താണ് ഇതുപോലെ ഒരു അധപതനത്തിന് കാരണമായതെന്ന് കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആ തിരുവാക്യം എന്ന് ശ്രദ്ധിക്കാം. അവൻ അഹങ്കാരം കൊണ്ട് മതിമറന്ന് പിശാചിനെ പോലെ ശിക്ഷാവിധിക്ക് അർഹനായി തീർന്നെന്നു വരും. പിശാചിനെ ശിക്ഷാവിധിക്ക് അർഹനാക്കി തീർത്തത് എന്തായിരുന്നു? അവൻ അഹങ്കാരം കൊണ്ട് മതിമറന്നു. അഹം എന്ന ഭാവം അവനിൽ വർദ്ധിച്ചു വന്നപ്പോഴാണ് കർത്താവിനെ വെല്ലുവിളിക്കുന്ന ഒരു തലത്തിലേക്ക് പിശാച് ഉയരുന്നതായി പരിശുദ്ധ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അഹങ്കാരം ഒരു വ്യക്തിയെ എത്രമാത്രം അധപതനത്തിലേക്ക് എത്തിക്കുമെന്നതിന് നമുക്ക് വ്യക്തമായ ഉദാഹരണമാണ് ഈ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹെറോദിയ അഹങ്കാരം എന്ന വലിയ വിപത്തിലൂടെ അവൾ കടന്നു പോവുകയാണ്. തനിക്ക് മുൻപിലുള്ളത് സത്യത്തെ കാണാൻ അവൾക്ക് സാധിക്കുന്നില്ല. താൻ ചെയ്ത തെറ്റിനെ തിരിച്ചറിയാൻ അവൾക്ക് സാധിക്കുന്നില്ല. അത് തിരുത്തപ്പെടുമ്പോൾ അത് അംഗീകരിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അവൾ അഹങ്കാരത്തിൽ മതിമറക്കുകയാണ്. തനിക്കുള്ള അധികാരത്തിലേക്ക് അവൾ ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൻ്റെ ജീവിതം അവൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് സുഭാഷിതത്തിലേക്ക് തന്നെ ഒരിക്കൽ കൂടി കടന്നു വരാം. 28-ാം അധ്യായം അവിടെ 13-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. കർത്താവിന്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണത്. തെറ്റുകൾ മറച്ചു വെച്ചാൽ, നമുക്കറിയാം ദാവീദ് രാജാവിനെ കുറിച്ച്. ദാവീദ് രാജാവ് ബേത്ശെബയുമായി പാപം ചെയ്തു. ബേത്ശെബയുടെ ഭർത്താവ് ഊറിയായെ അദ്ദേഹം വധിക്കുകയാണ്. തെറ്റുകൾ മറച്ചു വെക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നാഥാൻ പ്രവാചകൻ വന്ന് അദ്ദേഹത്തിന്റെ കണ്ണു തുറന്നു കഴിയുമ്പോൾ അദ്ദേഹം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് അനുദപിക്കുന്ന സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ആ തെറ്റുകളെ അദ്ദേഹം ഏറ്റുപറയുകയാണ്. തെറ്റുകൾ ഏറ്റുപറയുന്നവനോട് കർത്താവ് ക്ഷമിക്കുമെന്ന കർത്താവിന്റെ വചനം പറയുന്നത്. സങ്കീർത്തനങ്ങൾ 51:17 തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ സ്വീകാര്യമായ ബലി. ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ദാവീദ് രാജാവ് ഈ ഒരു ഉറപ്പോടെ കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥന കേട്ട് അവനെ അനുഗ്രഹിക്കുന്നതായിട്ടാ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അത്ര വലിയ തെറ്റ് അവൻ ചെയ്തെങ്കിലും കർത്താവ് ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനോട് ക്ഷമിക്കുകയാണ്. ആ നുറുങ്ങിയ മനസ്സിനെ കർത്താവ് കാണുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി സുഭാഷിതങ്ങൾ 28:13 നമുക്ക് ആ വചനം കൂടി ഒരിക്കൽ കൂടി ഒന്ന് കേട്ടുകൊണ്ട് ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കണ്ടു തെറ്റുകൾ ഏറ്റുപറയാതെ ഒളിച്ചു വെച്ച് ഐശ്വര്യം പ്രാപിക്കാത്തവരെ നമ്മൾ കണ്ടു. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അഹങ്കാര ഭാവം വെടിഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൽ വീണ് ക്ഷമയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും നമ്മൾ കണ്ടു. നമ്മൾ ഇതിലേത് കൂട്ടത്തിലാണെന്ന് നമ്മൾക്ക് ചിന്തിക്കാം. അഹങ്കാര ഭാവത്തെ നമുക്ക് വെടിയാം. കർത്താവിൻ്റെ മുൻപിൽ തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും കർത്താവിൽ നിന്നും അതൊന്നും മറച്ചു വയ്ക്കാതെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് അഹങ്കാരമില്ലാതെ എളിമയോടെ വർത്തിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. അങ്ങനെ കർത്താവിനെ നോക്കുമ്പോൾ കർത്താവിൻ്റെ കടാക്ഷം നമ്മുടെ മേലുണ്ടാകും. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാനായി കഴിയും. ആ ഒരു കൃപയിലേക്ക് നമുക്ക് കടന്നു വരാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിലേക്ക് നോക്കാനുള്ള ആ ഒരു വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഇന്ന് കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുകയാണ്. പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത് താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത് താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. പ്രാർത്ഥിക്കുകയാണ് അങ്ങയിലേക്ക് നോക്കുവാനായിട്ട്, അങ്ങയുടെ മുൻപിൽ താഴ്മയുള്ളവരായിരിക്കുവാനായിട്ട്. കർത്താവേ, ഒരു വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ദൃഷ്ടി ഉറപ്പിക്കുവാനുള്ള കൃപ
കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ യാതു കേട്ടു. വിശ്വസിക്കുന്ന കർത്താവേ, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ യാതു കേട്ടു. ഹല്ലേലൂയ. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നന്ദി ഈശോയേ. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഹല്ലേലൂയ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, ഈശോയേ, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. നന്ദി ഈശോയേ. യേശുവിൻ നന്ദി ഈശോയേ. സന്നിധിയിൽ. ഹല്ലേലൂയ. യേശുവിൻ സന്നിധിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയിലേക്ക് നോക്കുവാൻ കർത്താവേ വേണ്ടുന്നതായ എല്ലാ ആഹ്വാനങ്ങളും ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. താഴ്മയുള്ളവരായി മുന്നോട്ട് പോകുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. അഹങ്കാരത്തെ വെടിയുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. ഞാൻ എന്ന ഭാവത്തെ മാറ്റിയെടുക്കുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഹെറോദിയായുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിയ പാഠങ്ങളെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിച്ചും പ്രോത്സാഹിപ്പിച്ചും കർത്താവിനോടൊപ്പമുള്ള ആ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.